ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കിരൺ സ്റ്റഡി സർക്കിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മള് ഡിഗ്രി മെയിൻസ് ടൈം ടേബിളിന്റെ 4 വീക്ക് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ 4 വീക്ക് കഴിഞ്ഞിട്ട് നമ്മൾ എവിടെയാണ് എന്ന് നമുക്ക് അറിയണം. ഹൗ ഫാർ വി ആർ, അതായത് നമ്മൾ കുറെ പഠിക്കുന്നു, ഇടയിൽ കുറെ നമ്മൾ ടൈം ടേബിൾ കൃത്യമായി ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. അതായത് ഇത്ര മാർക്ക് ഉണ്ട്, ഓരോരോ മാർക്ക് വന്നു എന്നൊക്കെ പറയുന്നു. പക്ഷെ കറന്റ്ലി ഇപ്പൊ നമ്മൾ എവിടെയാണ്, ഇനി നമ്മൾ എന്താണ് നെക്സ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഓക്കെ, എങ്ങനെയായിരിക്കണം നമ്മുടെ പ്രാക്ടീസ് ഇനി ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് എന്നൊക്കെ നമുക്കൊന്ന് നോക്കണമല്ലോ. എന്നാലേ നമുക്കൊരു കോൺഫിഡൻസ് ലെവൽ കിട്ടുക. എന്നാലേ നമുക്ക് അടുത്ത ഒരു ലെവലിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ അടുത്ത ഒരു സെക്ഷൻസിലേക്ക് പോകുമ്പോൾ എന്താ നമ്മുടെ കയ്യിലുള്ളത് എന്നൊരു ധൈര്യം കിട്ടുക. അതിനനുസരിച്ചല്ലേ നമുക്ക് അടുത്ത സെക്ഷൻസ് വളരെ കോൺഫിഡന്റ് ആയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സിറ്റുവേഷൻ ആണ്, എക്സാംസ് മാറ്റിവെക്കപ്പെടുന്നു. ഓക്കെ, റിസൾട്ട്സ് വരാൻ വൈകുന്നു, ഒരുപാട് ആരോപണങ്ങൾ നേരിടുന്നു. ഇങ്ങനൊരു കറണ്ട് സിറ്റുവേഷൻ ആണ് ഉള്ളത്. ഈ സിറ്റുവേഷനിൽ നമുക്ക് ആകെ ടെൻഷനും എല്ലാ ഭാഗത്തും ഒരു കോൺഫിഡൻസിന്റെ ലെവലിന്റെ ചോർച്ചയും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു സമയത്ത് നമ്മുടെ പഠനത്തിൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്, ഓക്കെ, നമുക്ക് ഇതുവരെ എത്ര മാർക്ക് കിട്ടി എന്നത് തന്നെയായിരിക്കും. നമ്മൾ എത്രത്തോളം മോട്ടിവേഷണൽ വീഡിയോ ഇട്ടാലും, എത്രത്തോളം വന്നിട്ട് നിങ്ങളോട് പറയുകയാണ്, ഓക്കെ, നിങ്ങൾക്ക് ഇത് കഴിയും, യു ക്യാൻ ഡു ഇറ്റ് എന്നെല്ലാം പറഞ്ഞാലും, നിങ്ങൾ കറന്റ്ലി എവിടെയാണ് നിങ്ങൾ നിൽക്കുന്നത്, നിങ്ങളുടെ സിറ്റുവേഷൻ എന്താ, ഇനി എന്ത് ചെയ്യണം, ഓക്കെ, എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ മോട്ടിവേഷൻ, അതാണ് ഏറ്റവും വലിയ കോൺഫിഡൻസ്. ഓക്കെ, സാർ ഇങ്ങനെ കഥ പറയാതെ എന്താണ് ഈ ക്ലാസ്സിൽ എടുക്കുന്ന കാര്യത്തിലേക്ക് അതിലോട്ട് പോകൂ. കുറച്ച് കഥയൊക്കെ വേണമല്ലോ. കഥ ഒരു കഥയില്ലാതെ ഒരു പരിപാടി നടക്കുന്നത് ശരിയായ നടപടിയല്ലല്ലോ. നമുക്ക് ആ രീതിയിൽ എന്ത് ചെയ്യുന്നു, പോകുന്നു. അപ്പൊ 4 വീക്ക് കഴിഞ്ഞു. ഓക്കെ, 4 വീക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീക്കിൽ 7 ദിവസമാണ്. സാധാ ചെറിയ കുട്ടിയെ പോലെ പറയുന്നത്, അത് ഒരു വീക്കിൽ 7 ദിവസമാണ്. ആ 7 ദിവസത്തില് എന്താ പറയാ, 28 ഡേയ്സ് ആണുള്ളത്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് 45 ദിവസം തന്നിട്ടുണ്ട് അത് പഠിക്കാൻ വേണ്ടിയിട്ട്. എന്തിനാ ഇങ്ങനെ തന്ന്, അതിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ്, എന്റെ പേര് കിരൺ. ഓക്കെ, ഇവിടെ ടെലഗ്രാം ചാനലും യൂട്യൂബ് ചാനലൊക്കെ ഇട്ട് അതിനെക്കുറിച്ച് ഏറ്റവും ലാസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് സെഷനാണ് ഇമ്പോർട്ടൻറ്റ്. രണ്ടാമത്തെ ഒരു ചെറിയ റൂളുണ്ട്. പ്രീവിയസ് വീഡിയോസ്, അതായത് ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിന്റെ പേരാണ് റിവിഷൻ സീരീസ് ഫോർ ഡിഗ്രി പ്രിലിംസ് ആൻഡ് മെയിൻസ്. ആരെങ്കിലും ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ, മുമ്പുള്ള 4 വീക്കിലെ ടൈം ടേബിളും അതിന്റെ അനാലിസിസും എല്ലാം കണ്ടതിന് ശേഷം വന്ന് കാണുമ്പോൾ കുറെ കൂടി ബെറ്റർ ആയിട്ട് വന്നിട്ടുണ്ടാവും. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നിങ്ങൾക്കറിയാം, ഞാനൊരു വീക്ക് തന്നാലും ആ വീക്കിനേക്കാൾ കൂടുതൽ ടൈം നിങ്ങൾക്ക് തരുന്നുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുറെ ടോപ്പിക് വന്നിട്ട് വീക്ക്ലി ടൈം ടേബിൾ എന്ന് പറഞ്ഞാൽ വിട്ടിട്ട് കാര്യമില്ല. ആ ടൈം ടേബിൾ നിങ്ങൾക്ക് നോട്ട് എഴുതാനുള്ള സമയം വേണം. രണ്ട്, ആ നോട്ട്സ് ആണ് പിന്നീട് റിവൈസ് ചെയ്യേണ്ടത്. ഓക്കെ, ഓരോ സംഭവം നോക്കാനുള്ള ടൈം വേണം, റിവിഷനുള്ള ടൈം കൊടുക്കണം. ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ റിവിഷൻ സ്ട്രാറ്റജി അനുസരിച്ച് ഒന്നെങ്കിൽ വീക്ക്ലി 2 ടൈംസ്, അതായത് 2 ദിവസം കംപ്ലീറ്റ് ആയിട്ട് റിവിഷന് വേണ്ടി മാത്രം യൂസ് ചെയ്യുക. അല്ലെങ്കിൽ 5 ദിവസത്തിൽ ഈ 2 അവേഴ്സ്, ഓക്കെ, എന്നിട്ട് സൺഡേ കംപ്ലീറ്റ് ആയിട്ട് റിവൈസ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൽ ഏത് മെത്തേഡാണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത്, ആ കംഫർട്ടബിൾ എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ഇനി അടുത്ത പരിപാടി, എത്ര മാർക്കായി? 46 മാർക്കായി. സോ 45 ഡേയ്സ് കൊണ്ട് നമ്മൾ 46 മാർക്ക് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഒരു 30 ഡേയ്സ് ടൈം കൂടി നമ്മൾ എടുക്കുന്നുണ്ട്. സോ 30 ഡേയ്സ് ടൈം അല്ല, അതിനേക്കാളും കൂടുതൽ സമയം നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും കമ്പനി ബോർഡ് അസിസ്റ്റന്റിനും, ഓക്കെ, SPCAD-ക്കും അതുപോലെയുള്ള എക്സാംസിനൊക്കെ ഉണ്ട്, ഓക്കെ, എന്ന് നിങ്ങൾ പറയുന്നുണ്ടാവും. ഓക്കെ, പക്ഷെ നമ്മൾ പ്രധാനമായിട്ടൊരു കാര്യം നോക്കണമല്ലോ. അതായത് എന്താ, മൾട്ടിപ്പിൾ റിവിഷൻസ് ആണ് നമ്മളെ ടോപ്പ് റാങ്കിൽ എത്തിക്കാൻ വേണ്ടി പോകുന്നത്. മൾട്ടിപ്പിൾ റിവിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഈ സിലബസ് മൊത്തം എടുത്തിട്ട് റിവൈസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതല്ല. ഓക്കെ, അല്ലെങ്കിൽ കുറെ എന്താ പറയുക, എക്സാംസ് എഴുതുക എന്നുള്ളതല്ല. നമുക്ക് കുറെ ഹോട്ട് ടോപ്പിക്സ് അറിയാം, അവിടെ നിന്ന് ക്വസ്റ്റ്യൻ വരും എന്നറിയാം. ആ ഹോട്ട് ടോപ്പിക്സ് വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യുക. ആ ഹോട്ട് ടോപ്പിക്സ് അല്ലാതെ ബാക്കി ടോപ്പിക്സ് ഉണ്ടാവില്ലേ, അത് എന്താ പഠിക്കുക? അതും ആദ്യം തൊട്ട് അവസാനം വരെ പഠിക്കാവുന്ന ഫുൾ സിലബസ് പഠിക്കലല്ലേ. അതിൽ നിന്ന് PYQ പഠിക്കുക. കറക്റ്റ്. ഇങ്ങനെയാണ് നമ്മുടെ റിവിഷൻ സ്ട്രാറ്റജി ഉണ്ടാവുന്നത്. ഇതല്ലാതെയുള്ള ഒരു റിവിഷൻ സ്ട്രാറ്റജി ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വീണ്ടും സ്ക്വയർ എയിലേക്കാണ് പോവുക. അതായത് വീണ്ടും എന്ത് ചെയ്യുക, സ്ക്വയർ വണ്ണിലോട്ട് പോകും. അതായത് എന്താ, നേരത്തെ ചെയ്ത പോലെ
ഫുള്ള് പഠിക്കാൻ പോകുന്നു, കിട്ടുന്നില്ല, ആകെ ഇഷ്യൂ ആവും, കറണ്ട് അഫയേഴ്സ് ആകെ ഇഷ്യൂ ആവും, അങ്ങനെയാവും. ഓക്കെ അല്ലേ? അപ്പൊ ഇപ്പോ നമ്മുടെ കയ്യിൽ എന്താ പറയാ ഉള്ള ഈ 46 മാർക്സ് നമ്മൾ ലെവലാക്കുന്നു, അതായത് വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യും. ഇനി നമുക്ക് റാങ്ക് മേക്കിംഗ് മെത്തേഡിലേക്കാണ് പോകേണ്ടത്. ഓക്കെ, ഒരു 50 മാർക്സ് ആയെന്ന് വിചാരിക്കൂ. ഇനി ഒരു 50 മാർക്സിൽ നമ്മളൊരു ടാർഗറ്റ് ചെയ്യുന്ന മാർക്ക് എന്ന് പറയുന്നത് 70 ആണ്. സർ, കട്ട് ഓഫ് എത്ര വരും? കട്ട് ഓഫ് ഒന്നും നമ്മൾ നോക്കുന്നില്ല. നമുക്ക് വേണ്ടത് റാങ്കിൽ ടോപ്പ് എത്തുക എന്നുള്ളതാണ്. ഓക്കെ, 1ാം റാങ്കുകാർ തന്നെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പോയിട്ട് സമരം ചെയ്യുന്ന സിറ്റുവേഷനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി ആ സമരം വിജയിച്ചു എന്ന് തന്നെ വിചാരിക്കൂ. ആദ്യത്തിലുള്ള സമരം ഉറപ്പായും വിജയിക്കണം, എല്ലാവർക്കും ജോലി കിട്ടണം. പക്ഷെ ജോലി കിട്ടുമ്പോൾ ആദ്യമുള്ള കുറെ ആളുകൾക്കായിരിക്കും ജോലി കിട്ടുക. കറക്റ്റ് അല്ലേ? നമ്മൾ ആദ്യത്തിൽ ഉണ്ടാവുക എന്നതായിരിക്കും നമ്മുടെ ലക്ഷ്യം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ 70+ മാർക്സിലേക്ക് പോകുന്നത്. ഇത് ഏറ്റവും അവസാനം എത്തുമ്പോൾ 90 മാർക്സിലേക്ക് എത്തുന്ന രീതിക്കായിരിക്കും നമ്മൾ ഉണ്ടാവുക. ഈ 45 ഇനി ഒരു 45 മാർക്സ് കൂടി നമുക്ക് കിട്ടണം. ക്ലിയർ? ഓക്കെ. സോ നമ്മൾ ഇപ്പൊ മൂവ് ആവാൻ പോകുന്ന ഫേസിന്റെ പേരാണ് റാങ്ക് മേക്കിംഗ് ഫേസ്. അതായത് റാങ്ക് ലിസ്റ്റിൽ വരിക എന്നൊരു ഫേസിലേക്ക് നമ്മൾ വീക്ക് 5 തൊട്ട് മൂവ് ആവാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ അല്ലെ? അങ്ങനെ നമ്മൾ മൂവ് ആവുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും പഴയ ടോപ്പിക്ക് മറക്കാൻ വേണ്ടി പറ്റില്ല. അതിനെ റിവൈസ് ചെയ്യണം. എങ്ങനെ റിവൈസ് ചെയ്യുക? നിങ്ങൾ വളരെ സ്മാർട്ടായിട്ട്, ഓക്കെ, വളരെ ഇന്റലിജന്റ് ആയിട്ട് നമ്മുടെ വീഡിയോസ് എല്ലാം ഫോളോ ചെയ്ത് ഒരു നോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ഷോർട്ട് കട്ട് നോട്ട്സ്. ആ നോട്ട്സ് ആയിരിക്കണം ഇനി റിവൈസ് ചെയ്യേണ്ടത്. ഓക്കെ, അതിലല്ലാതെ എന്തെങ്കിലും ഒരു ന്യൂ ഇൻഫർമേഷൻ എവിടെ എന്തെങ്കിലും കിട്ടുന്നുണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ ഇൻഫർമേഷൻ ആ നോട്ട്സിൽ ആഡ് ചെയ്യാം. നമ്മുടെ ആദ്യത്തെ നോട്ട്സിലല്ല, അത് ആദ്യം പഠിക്കുമുണ്ടാക്കിയതല്ല, പുതിയ നോട്ട്സിൽ ആഡ് ചെയ്യാം. അതുമായി ബന്ധപ്പെട്ട് പുതിയ PYQ എക്സാംസിന്റെ ഒരു പരമ്പര തന്നെ വന്നുകൊണ്ടിരിക്കുകയല്ലേ. ആ എക്സാംസിൽ, അപ്കമിങ് എക്സാംസിൽ എന്ത് ചെയ്യുക? പുതിയ PYQs ആഡ് ചെയ്യുക. ഇത്രയും കാര്യം മനസ്സിലായോ? ഓക്കെ, ഫൈൻ. അങ്ങനെയെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, വേൾഡ് ഹിസ്റ്ററിയിൽ നിന്ന് ഒരു 2-3 മാർക്സ് ആണ് ഹോട്ട് ടോപ്പിക്സ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അതിൽ നമ്മൾ ഫ്രഞ്ച് കഴിഞ്ഞു, അമേരിക്കൻ കഴിഞ്ഞു, റഷ്യൻ കഴിഞ്ഞു, ചൈനീസ് കഴിഞ്ഞു. ഇനി നമുക്ക് വേൾഡ് വാർ 2 UN മാത്രമേ ബാക്കിയുള്ളൂ. ഓക്കെ, ഈ ടോപ്പിക്സ് എല്ലാം ഡീറ്റെയിൽഡി പഠിക്കേണ്ട ടോപ്പിക്സ് ആണ്. ഇതുമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം എന്താണ് സിറ്റുവേഷൻ ഉള്ളത് എന്നുള്ളതിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം? ഡീറ്റെയിലി പഠിക്കേണ്ടതാണ്. ഇനി ഇതില് എന്താ പറയാ, ഈ ടോപ്പിക്സ് എല്ലാം നിങ്ങൾ കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ 2 മാർക്ക് ഉണ്ട്. ഇനി എന്താണ് അടുത്ത പ്രശ്നം? പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്ന് എവിടെ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ, സ്റ്റേജ് ഇല്ലല്ലോ, അതിനെ കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. അതായത് ഞാൻ ഇപ്പൊ നമ്മള് എന്താ പറയാ VFA എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ LDC എടുക്കുകയാണെങ്കിൽ ഡിഫറെന്റ് സ്റ്റേജസിൽ വരില്ലേ? ഡിഗ്രി പ്രിലിംസ് ഡിഫറെന്റ് സ്റ്റേജസിലല്ലേ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഡിഗ്രി മെയിൻസ് ഡിഫറെന്റ് സ്റ്റേജസ് അല്ല, പക്ഷെ അത് ഡിഫറെന്റ് പോസ്റ്റിന് ഡിഫറെന്റ് എക്സാംസ് അല്ലേ. അപ്പൊ എന്റെ ചോദ്യം, എല്ലാ എക്സാമിനും ഒരേ ചോദ്യവും ഒരേ കാര്യങ്ങളും ആണെങ്കിൽ അങ്ങനെ വരാനുള്ള സാധ്യത വളരെ കുറവല്ലേ? ഓക്കെ, എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായ ചോദ്യങ്ങളും ഒരു എക്സാം കുറച്ചുകൂടി ടഫ് ആക്കുന്ന രീതിയിലും, ഓക്കെ, ഒരു എക്സാമിന് ചോദിച്ച കാര്യങ്ങൾ അടുത്തതിൽ ചോദിക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഴയ കാലഘട്ടങ്ങളിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈ വേൾഡ് ഹിസ്റ്ററിയിൽ നിന്ന് നമുക്ക് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ഏതെങ്കിലും 1-2 എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ അല്ലെ? വേറെ ടോപ്പിക്സ് നിന്നും ക്വസ്റ്റ്യൻ വരും. അപ്പോൾ എന്താ ചെയ്യുക? വേറെ ടോപ്പിക്സ് പഠിക്കുകയാണോ? അല്ല. ഓക്കെ, റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ളത് വീക്ക് 5 തൊട്ട് നമ്മളത് ആഡ് ചെയ്യും. ഓക്കെ, റിമൈനിങ് ടോപ്പിക്സ് നിങ്ങൾ ചെയ്യേണ്ടത് PYQ ആണ്. അതായത് PYQs എടുക്കുക, ചെയ്ത് നോക്കുക, PYQs എടുക്കുക, ചെയ്ത് നോക്കുക. അതും നമുക്ക് എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻ സ്ട്രൈക്ക് ആവും. ക്ലിയർ? ഓക്കെ, കേരള ഹിസ്റ്ററിയിൽ നമ്മൾ ഒറ്റ ടോപ്പിക്കേ ചെയ്തിട്ടുള്ളൂ, അഡ്വെന്റ് ഓഫ് യൂറോപ്യൻസ്. അതിൽ നിന്ന് നമുക്ക് 1 മാർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി കേരള ഹിസ്റ്ററിയിൽ അഡ്വെന്റ് ഓഫ് യൂറോപ്യൻസ് മാത്രം പഠിച്ചുകൊണ്ട് പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും? ബാക്കിയുള്ള ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ കേരള ഹിസ്റ്ററി വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എപ്പോ തൊട്ട്? വീക്ക് 5 തൊട്ട്. ഓക്കെ, ആർട്സ്, സ്പോർട്സ് ആൻഡ് ലിറ്ററേച്ചറിനെ കുറിച്ച് പറയാനുള്ള കാര്യം, സർ ഇത് കേട്ട് മടുത്തു, എന്നാലും ഒരു മിനിറ്റ് കേൾക്കൂ. ഈ സബ്ജക്ട് ഡിഗ്രി പ്രിലിംസ് നിന്ന് ഡിഗ്രി മെയിൻസിലേക്ക് പോകുമ്പോൾ ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, അതിന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ 2024-25 ഡിഗ്രി മെയിൻസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ സബ്ജക്റ്റിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഫോക്കസ് ചെയ്യാന്നുള്ളതും PYQമായി ബന്ധപ്പെട്ടിട്ടും SCERTയിലെ ടോപ്പിക് ഫോക്കസ് ചെയ്യാന്നുള്ളതുമാണ് ആർട്സ്, സ്പോർട്സ് ആൻഡ് ലിറ്ററേച്ചറിലെ പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ സ്പോർട്സ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ നിൽക്കും. ആർട്സും ലിറ്ററേച്ചറും ആണ് എവിടെയും കേൾക്കാത്ത രീതിയിലുള്ളതും അല്ലെങ്കിൽ നമുക്ക് എന്താ നമ്മളെ റാങ്ക് കുറയ്ക്കാവുന്ന രീതിയിലുള്ളതുമായ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യാൻ പോകുന്നത്? വരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ അല്ലേ? സോ അങ്ങനെയെങ്കിൽ നമുക്ക്
ഒരു ക്ലിയർ പിക്ചർ ഉണ്ട് എങ്ങനെയാണ് മെയിൻസിൽ ചോദിക്കുക എന്നുള്ളത്. അപ്പൊ ഹോട്ട് ടോപ്പിക്സ് നമ്മൾ ആഡ് ചെയ്യുന്നു പറഞ്ഞായിരുന്നു. ഓക്കെ, അതിലൂടെയാണ് നമ്മൾ ആർട്സ്, സ്പോർട്സ് ആൻഡ് ലിറ്ററേച്ചറിന്റെ മുഴുവൻ മാർക്കും നേടിയെടുക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷേ നമ്മൾ കുറച്ച് സ്ലോ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, കാരണം ബാക്കിയുള്ള ഭാഗങ്ങൾ തീർക്കണ്ടേ. അപ്പൊ കേരളത്തിൽ തനത് നാടകശൈലിയും കഥകളി, കൂടിയാട്ടം, മുടിയേറ്റ്, തെയ്യം, തിറ, ചവിട്ട് നാടകവും ഓക്കെ അല്ലെ, പിന്നെ ഒളിമ്പിക്സ്, സമ്മർ ആൻഡ് വിന്റർ, ഓക്കെ, ഇത്രയും കാര്യങ്ങളെ നമ്മൾ ഇതുവരെ നോക്കിയിട്ടുള്ളൂ. ഇതുകൊണ്ട് നമുക്ക് മാർക്കൊന്നും കിട്ടിയിട്ടില്ല. ഓക്കെ അല്ലെ സാർ? അതൊന്നും ചോദ്യം വരില്ലേ? വരും വരും. ഞാൻ ഈ 46 മാർക്ക് എന്ന് പറയുന്നത് കൺഫേം ആയിട്ടുള്ളതാണ്. അത് എവിടെയെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ കാണണം, അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലെ? നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, നമ്മൾ എത്തിയിട്ടില്ല. എങ്കിൽ ഇനി വരാൻ പോകുന്ന വീക്ക് 5 തൊട്ട് നമ്മുടെ പ്രധാന ഫോക്കസ് ഏരിയ ആർട്സ്, സ്പോർട്സ് ആൻഡ് ലിറ്ററേച്ചറിൽ ഉണ്ടാവും. അത് മനസ്സിലായോ? ഓക്കെ അല്ലെ? കോൺസ്റ്റിറ്റ്യൂഷന്റെ സിലബസ് നോക്കുക. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ സിലബസ് പഠിച്ചു തീർക്കാൻ തന്നെ PSCയുടെ മൊത്തം പഠനത്തിന്റെ സമയം ആവശ്യമുണ്ടാവും. എന്നിട്ട് നമുക്കൊരു 5 മാർക്കേ കിട്ടുള്ളൂ. അതിനുവേണ്ടി നമ്മൾ കുറച്ച് ടോപ്പിക്സ് എഴുതിയായിരുന്നു. ഓക്കെ അല്ലെ? അതിൽ ഫണ്ടമെന്റൽ റൈറ്റ്സും അമെന്റ്മെന്റ്സും ലിസ്റ്റും നമ്മുടെ തീർന്നിട്ടുണ്ട്. ഓക്കെ, ലാംഗ്വേജസും CAGയും യൂണിയൻ എക്സിക്യൂട്ടീവും ഇലക്ഷൻ കമ്മീഷനുമാണ് ബാക്കിയുണ്ടായിരുന്നത്. ഞാൻ ഇങ്ങനെ ഹോട്ട് ടോപ്പിക്സ് തരാനുള്ള കാരണം, ആദ്യം നടക്കാൻ പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ എന്ത് എക്സാം ആയിരുന്നു? എന്തായാലും പേരെന്താ, യൂണിഫോം എക്സാം ആയിരുന്നു അല്ലെ? അപ്പൊ ഇൻസ്പെക്ടർ എക്സാം ഒക്കെ അല്ലേ ആദ്യം വന്നിട്ടുണ്ടായിരുന്നു. ആ ഇൻസ്പെക്ടർ എക്സാമിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ടോപ്പിക്സ് ആയിരുന്നു കോർട്ടിലെ ലാംഗ്വേജ്, CAG, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇപ്പൊ എക്സാം പോസ്റ്റ്പോണ്ട് ആയി. എക്സാം പോസ്റ്റ്പോണ്ട് ആയതുകൊണ്ട് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രാറ്റജി ഇത്രയും മാറ്റണം. എന്ന് വെച്ചാൽ ആദ്യം ജനറൽ എക്സാംസ് നടക്കും. ഓക്കെ അല്ലെ? എന്നിട്ട് എപ്പോഴാ? നവംബറിലല്ലേ നടക്കാൻ പോകുന്നത്. ഓക്കെ, ആം ഐ റൈറ്റ്? നവംബർ തന്നെ നടക്കാൻ പോകുന്നത്. കറക്റ്റ്. അപ്പൊ നവംബറിലല്ലേ നടക്കാൻ പോകുന്നത്. അപ്പൊ ജനറൽ എക്സാം കഴിഞ്ഞതിന് ശേഷമാണ് എവിടേക്ക് വരിക? പേരെന്താ? യൂണിഫോം പോസ്റ്റിലേക്ക് വരിക. കറക്റ്റ് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ സ്ട്രാറ്റജിയിൽ ചെറിയൊരു മാറ്റം ആവശ്യമുണ്ട്. അത് നമ്മൾ വീക്ക് 5 ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ 2 മാർക്കുണ്ട്. കൃത്യമായി പറയുകയാണെങ്കിൽ അമെന്റ്മെന്റ്സും ലിസ്റ്റും ഫണ്ടമെന്റൽസും എല്ലാത്തിലും ഉണ്ടാവും. ഓക്കെ, പക്ഷേ നമ്മൾ ആ 3 മാർക്കിനെ 3 മാർക്കായിട്ട് കൂട്ടില്ല, 2 ആയിട്ടാണ് കൂട്ടുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് ഫണ്ടമെന്റൽസ് ഉണ്ടാവില്ല, ചില സമയത്ത് അമെന്റ്മെന്റ്സ് ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് എല്ലാ എക്സാമിനും പോകണ്ടേ? അതായത് നമ്മൾ ഫോർ എക്സാമ്പിൾ യൂണിവേഴ്സ് നമ്മൾ എഴുതണം. ഓക്കെ, കമ്പനി ബോർഡ് എഴുതണം, SBCID എഴുതണം, അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് എഴുതണം, ഓക്കെ, നാഷണൽ സേവിങ്സ് ബാങ്ക് എഴുതണം. ഇത്രയും പോസ്റ്റിനുള്ള ഒരുമിച്ചുള്ള ഒരു സ്ട്രാറ്റജി അല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാ പോസ്റ്റിനും വെവ്വേറെ പഠിച്ചിട്ട് പറഞ്ഞാൽ സിലബസ് മൊത്തം തന്നാൽ പോരെ. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഏതെങ്കിലും ഒരു പോസ്റ്റിൽ ഒരെണ്ണം മിസ്സാവും, ഒരു പോസ്റ്റിൽ വേറെ ഒരെണ്ണം മിസ്സാവും. അതുകൊണ്ടാണ് 7 ടോപ്പിക്കുകൾ എഴുതുന്നത്. ക്ലിയർ? ഇല്ലെങ്കിൽ 5 ടോപ്പിക് എഴുതിയിട്ട് വിടായിരുന്നു. അത്രയും കാര്യം ഓക്കെയാണ്. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ സ്ട്രാറ്റജിയിൽ ചെറിയൊരു മാറ്റമുണ്ട്. നമ്മൾ വീക്ക് നമ്പർ 5 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, കേരള അഡ്മിനിസ്ട്രേഷനിൽ 5 മാർക്കുണ്ട്. അതിൽ 4 മാർക്ക് നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, കാരണം നിങ്ങൾ കേരള സോഷ്യൽ പ്രോഗ്രാം ഒരു ദിവസം ഒരെണ്ണം എന്ന് പറഞ്ഞ് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സ്റ്റേറ്റ് സിവിൽ സർവീസും ഡിസാസ്റ്റർ മാനേജ്മെന്റും വാട്ടർഷെഡ് മാനേജ്മെന്റും നമ്മുടെ കഴിഞ്ഞു. ഓക്കെ, നമുക്ക് ഈ ഗവൺമെന്റ്സും സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ പോലുള്ള കുറച്ച് ചെറിയ ടോപ്പിക്സ് ആണ് ബാക്കിയുള്ളത്. ഓക്കെ, ഇതിലൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സാർ ഇത് എല്ലാവരുടെയും പറയുന്നുണ്ടല്ലോ, ഞാൻ അത് എല്ലാവരുടെയും പറയില്ല. ഓക്കെ, മനസ്സിലായോ? റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ ഒന്ന് ആലോചിച്ച്, ഓക്കെ, ഇത് എന്താ ചെയ്യുക എന്നൊക്കെ ഒന്ന് മൈൻഡ് എക്സാമുള്ള ടൈം പോകുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, ആ ക്വസ്റ്റ്യൻസ് വേറെ ഏതെങ്കിലും ടോപ്പിക് ഒന്നും വരാൻ സാധ്യതയുണ്ട്. എങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? സെയിം ലോജിക്. ഓക്കെ, വീക്ക് 5 നമുക്ക് റിമൈനിങ് PYQs ഒക്കെ ചെയ്തു നോക്കുന്ന രീതിയിലുള്ള ഒരു റിവിഷൻ സ്ട്രാറ്റജി ബാക്കിയുള്ള ടോപ്പിക്സിന് ആവശ്യമാണ്. റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാ വന്നിരിക്കുന്നത് നോക്കിയതിനു ശേഷം അതിൽ എങ്ങനെ കറക്റ്റ് ചെയ്യാം എന്നുള്ള ടോപ്പിക് ആവശ്യമാണ്. വി നീഡ് ടു ബി ടോപ്പ്. നമ്മൾ ടോപ്പ് ആവാനാണ് നോക്കുന്നത്. ഓക്കെ അല്ലെ? റാങ്ക് ലിസ്റ്റ് വരിക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമേ അല്ല. ടോപ്പ് ആവുക, ആദ്യത്തെ അഡ്വൈസ് മെമ്മോ വാങ്ങുക എന്നതാണ് ലക്ഷ്യം. നമുക്കിപ്പോ 4 മാർക്ക് ഉണ്ട്. ഓക്കെ, അപ്പൊ കേരളത്തിലെ ആരോഗ്യ സാമൂഹ്യ പദ്ധതിയെ കുറിച്ച് എന്താ പറയാനുള്ളത്? അത് കേട്ട് മടുത്തു. ഓരോ പദ്ധതിയും ചെറുതാണ്, പക്ഷെ പദ്ധതിയുടെ എണ്ണം വളരെ കൂടുതലാണ്. ഏത് പദ്ധതിയാ ചോദിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാ പദ്ധതിയും കൂടി എക്സാമിന് 2 മാസം മുമ്പ് പഠിക്കുന്നത് സാധാരണഗതി നടക്കുന്ന രീതിയല്ല. അപ്പൊ അതുകൊണ്ട് ഒരു ദിവസം എന്ത് ചെയ്യുക? ഒരു പദ്ധതി വെച്ച് പഠിക്കുക. മിനിമം 2 മാർക്ക്, മാക്സിമം 4 മാർക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇത് എല്ലാ എക്സാംസിനും ബാധകമാണ്. നിങ്ങൾ ഏത് എക്സാമിന് പഠിക്കുകയാണെങ്കിൽ ഈ ടോപ്പിക് എന്ത് ചെയ്യരുത്? വിടരുത്. അതുകൊണ്ട് ഡെയിലി ഒരു പദ്ധതി പഠിക്കുക. നമ്മളിപ്പോ 15 പ്രോഗ്രാമാണ് പഠിച്ചിരിക്കുന്നത്. അത് നന്നായിട്ട് റിവൈസ് ചെയ്യുക. ഓക്കെ, വരുന്ന ദിവസങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതായിരിക്കും? എന്താ പറയാ,
കൂടുതൽ പദ്ധതികൾ നമ്മൾ ആഡ് ചെയ്ത് കൂടുതൽ ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി അടുത്തത് നിങ്ങളുടെ സൈഡിൽ ലക്ക് ഉണ്ടെങ്കിൽ കേരള അഡ്മിനിസ്ട്രേഷന് 4 മാർക്കും ബയോളജിയിൽ 1 മാർക്കും പദ്ധതി മാത്രമായിരിക്കും. ഓക്കെ, പദ്ധതിയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. അത് ഏത് എക്സാമിനാ വരിക നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് കുറെ യൂണിഫോം പോസ്റ്റ് എക്സാംസ് ഉണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ CPO, WCPO, സിവിൽ എക്സൈസ് ഓഫീസർ, അസിസ്റ്റന്റ് പേഴ്സൺ ഓഫീസർ, ഇങ്ങനെ വേണ്ടി കുറെ എക്സാം ഉണ്ടായിരുന്നു. അതിൽ മെൻ വേറെ വുമൺ വേറെ. ആ പാറ്റേൺസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൽ ഒരു സ്റ്റേജിലുള്ള അസിസ്റ്റന്റ് പേഴ്സൺ ഓഫീസറിലെയും ഒരു സ്റ്റേജിലുള്ള സിഇഒയിലെയും 5 കേരള അഡ്മിനിസ്ട്രേഷൻ 5 4 മാർക്കും എന്താ പറയാ ഇതായിരുന്നു, എന്താ സോഷ്യൽ പ്രോഗ്രാംസ് ആയിരുന്നു. ബയോളജി എന്ന് പറയുന്ന സെപ്പറേറ്റ് ഉണ്ടായിരുന്നു, 5 മാർക്ക് കിട്ടിയായിരുന്നു. അപ്പൊ നമ്മുടെ റാങ്ക് ലെവൽ മാറ്റാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ഇത്. അത് ഏതിലാ വരിക എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയിരിക്കാം, ചിലപ്പോൾ അത് SPCADക്ക് ആയിരിക്കാം. ഓക്കെ, ചിലപ്പോൾ അത് വരാൻ പോകുന്നത് എന്താ പറയാ കമ്പനിയുടെ അസിസ്റ്റന്റ് ആയിരിക്കാം. നമുക്ക് അറിയില്ല. ഓക്കെ, മനസ്സിലായോ? അത് ഏതിനാ വരിക നമുക്ക് അറിയില്ല. നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ശ്രദ്ധിക്കണം. കറക്റ്റ്. ഓക്കെ, ബയോളജിയിൽ 6 മാർക്ക് ഉണ്ട്, 4 മാർക്ക് നമ്മുടെ റെഡിയാണ്. ഇനി നമുക്ക് 2 മാർക്കാണ് നമുക്ക് ആവശ്യമുള്ളത്. അത് ഹ്യൂമൻ ബോഡിയിൽ നിന്നും എൻവയോൺമെന്റ് നിന്നാണ് വരിക. മുഴുവൻ ഹ്യൂമൻ ബോഡിയും പഠിക്കാൻ നമ്മുടെ ടൈം ഇല്ല, മുഴുവൻ എൻവയോൺമെന്റ് പഠിക്കാൻ നമ്മുടെ ടൈം ഇല്ല. കറക്റ്റ്. അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ ബോഡിയിൽ നിന്ന് സെലക്ടഡ് ആയിട്ടുള്ള ടോപ്പിക്സ് പഠിക്കും, എൻവയോൺമെന്റിൽ നിന്ന് സെലക്ടഡ് ആയിട്ടുള്ള ടോപ്പിക്സ് പഠിക്കും. എന്നിട്ട് ബയോളജിയുടെ PUIQs റിവിഷൻ സ്റ്റാർട്ട് ചെയ്യും. ഇതാണ് നിങ്ങൾ വീക്ക് 5 തൊട്ട് ചെയ്യേണ്ടത്. ഓക്കെ, 4 മാർക്ക് ഉണ്ട്, റിവൈസ് 4 മാർക്ക് റിവൈസ് ചെയ്യാൻ മറക്കരുത്. റിമൈനിങ് 2 മാർക്കിന് വേണ്ടിയിട്ട് നമ്മൾ വീക്ക് 5 തൊട്ട് എന്ത് ചെയ്യും, സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ക്ലിയർ? ഓക്കെ. ഫിസിക്സ് നമ്മൾ ഒരു വീക്ക് 1 സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഫിസിക്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അത് നമ്മൾ ആകെ പഠിച്ചിരിക്കുന്ന R=2F പ്രോബ്ലവും ലിവേഴ്സ്, അതായത് ഉത്തോലകങ്ങളും ഡെൻസിറ്റി, റിലേറ്റീവ് ഡെൻസിറ്റി തുടങ്ങിയ ടോപ്പിക്സ് ആണ്. പ്രധാനപ്പെട്ട ടോപ്പിക്സ് നമ്മൾ എത്തിയിട്ടില്ല. ലൈറ്റും ഗ്രാവിറ്റേഷണൽ ഫോഴ്സും വർക്കും. ലൈറ്റ് എന്ന്, അതായത് പ്രകാശം എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ ഷുവർ ഷോട്ട് ആണ്. അത് ഞാൻ തരാതിരിക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടൈം ടേബിൾ ഹെവി ആവാൻ പറ്റില്ല. കുറെ ടോപ്പിക്സ് വന്നിട്ട് പഠിച്ചിട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, പഠിക്കുമ്പോൾ കുറച്ച് ഹെവിയും കുറച്ച് ഷോർട്ടും കൂടിയല്ല തരേണ്ടത്. എല്ലാം സ്റ്റേറ്റ്മെന്റ് തരാൻ പറ്റില്ലല്ലോ. സ്റ്റേറ്റ്മെന്റും ഫാക്ടും മിക്സ് ചെയ്തിട്ടല്ല തരേണ്ടത്. അപ്പോഴല്ലേ പഠിക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാവുക, ഒരു എന്താ പറയാ പഠിച്ചു കഴിഞ്ഞു എന്ന് ഫീൽ ചെയ്യുക. ഓക്കെ, അപ്പൊ ലൈറ്റും ഗ്രാവിറ്റേഷൻ ഫോഴ്സും വർക്ക് എനർജിയൊക്കെ നമ്മൾ അടുത്ത എന്താ പറയാ 5ലും 6ലും ഒക്കെ ഇടുന്നതായിരിക്കും. ഓക്കെ, ഇതാണ് മൊത്തം ഫിസിക്സ് സിലബസ്. ആ മൊത്തം ഫിസിക്സ് സിലബസ് ഞാൻ ആകെ 5 6 ടോപ്പിക്കേ ഇപ്പൊ എടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ളത് എന്ത് ചെയ്യണം നമുക്ക് നോക്കാം. ആകെ 3 മാർക്കേ ഉള്ളൂ. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇത് ഫിസിക്സ് വീക്ക് 1ന്റെ എന്തായിരുന്നു ഒരു നമ്മൾ ഇട്ടിട്ടുള്ള വീക്ക് 1 ആണ് സ്റ്റാർട്ട് ചെയ്തെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. ഓക്കെ, ഡൺ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്കിപ്പോ ഒരു മാർക്ക് ഉണ്ട്. അത് നമ്മൾ എന്താ പറയാ വീക്ക് 5 നിന്ന് നമുക്ക് കുറെ കൂടെ പ്രോബ്ലം ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി എന്ന് ചെയ്യാനുണ്ട്. പ്രോബ്ലംസ് തരുന്നതായിരിക്കും. ആ പ്രോബ്ലംസ് എന്ത് ചെയ്യുക, പ്രോബ്ലംസ് വരുന്നതായിരിക്കും. അത് ഏതിനാ വരിക നമുക്ക് പറയാൻ പറ്റില്ല. അതായത് എല്ലാ എക്സാമിനും പ്രോബ്ലം വരുന്നല്ല. കമ്പനി ബോർഡ് വന്നു വിചാരിക്കൂ, ഓക്കെ അല്ല, യൂണിവേഴ്സിറ്റി കാണില്ല. യൂണിവേഴ്സിറ്റിക്ക് വന്നു വിചാരിക്കൂ, ഓക്കെ, അസിസ്റ്റന്റ് പ്രൊഫസർ എന്താ പറയാ യൂണിഫോം പോസ്റ്റിനെ കാണില്ല. യൂണിഫോം പോസ്റ്റിന് ലാസ്റ്റ് ആണ് അവർ വന്നു എന്ന് വിചാരിക്കും, ഓക്കെ അല്ലെ, സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന എക്സാമിൽ കാണില്ല. അങ്ങനെ ഒരു മിക്സ്ഡ് ആയിരിക്കും. ഈ മിക്സ്ഡിനെ എങ്ങനെ ക്രാക്ക് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ചോദിച്ച എല്ലാ പ്രോബ്ലംസും ചെയ്യും. അതിനുശേഷം ചോദിക്കാൻ സാധ്യതയുള്ള പ്രോബ്ലംസ് എന്ത് ചെയ്യുന്നതായിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ, കെമിസ്ട്രി നമ്മൾ പഠിച്ചിരിക്കുന്നത് പീരിയോഡിക് ടേബിൾ കഴിഞ്ഞിട്ടുണ്ട്, ഗ്യാസ് ലോ കഴിഞ്ഞു, അക്വറേജിയ കഴിഞ്ഞു, pH വാല്യൂ കഴിഞ്ഞു, ആറ്റത്തിന്റെ മോഡലും ആറ്റംസും കഴിഞ്ഞു. ഓക്കെ അല്ലേ? നമ്മുടെ കയ്യിൽ 2 മാർക്ക് ഉണ്ട്. സോ ഇത്രയും പഠിച്ചിട്ട് 2 മാർക്ക്? ആകെ കെമിസ്ട്രിയിൽ 3 മാർക്കേ ഉള്ളൂ. ആ 3 മാർക്കിൽ 2 മാർക്ക് ആയില്ലേ? ഇനി 1 മാർക്കേ പെൻഡിങ് ഉള്ളൂ. ഓക്കെ അല്ലെ? മനസ്സിലായോ? ഇത് ഒരു എക്സാമിനല്ല, 5 എക്സാമിനാണ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് 1 മാർക്ക് ഇനി പെൻഡിങ് ഉള്ളൂ. ആ 1 മാർക്ക് നമ്മുടെ കയ്യിൽ കിട്ടണം. ആ 1 മാർക്ക് നമ്മുടെ കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേപോലെ എന്താ ബാക്കിയുള്ളതിന്റെ PUIQ സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്ലിയർ? ഓക്കെ, അപ്പൊ അങ്ങനെയെങ്കിൽ നമ്മുടെ സബ്ജക്ട് എന്തൊക്കെയായിരുന്നു? വേൾഡ് ഹിസ്റ്ററിന്ന് 2-3 മാർക്സ്, കേരള ഹിസ്റ്ററിന്ന് 2-3 മാർക്സ്, ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്ക്, കെമിസ്ട്രി 3, ബയോളജി 6, കേരള അഡ്മിനിസ്ട്രേഷൻ 5, മാത്സ് ഇംഗ്ലീഷ് മലയാളം 30, മൊത്തം 55 മാർക്കിനാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. 55ൽ നമ്മൾ 46 മാർക്കിനായിട്ടുണ്ട്. ഓക്കെ അല്ലെ? എന്തും കൂടെ ചേർത്തതിന് ശേഷം എന്താ പറയാ അതിന്റെ പേരെന്താ, സ്പെഷ്യൽ ടോപ്പിക് കൂടി ചേർത്തതിന് ശേഷം
രണ്ടും കൂടി ചേർത്തതിന് ശേഷമാണ് കേട്ടോ നമ്മളെ 46 മാർക്ക് ആയിരിക്കുന്നത്. സ്പെഷ്യൽ ടോപ്പിക് നമ്മൾ വിട്ടിട്ടില്ല. ക്ലിയർ? അപ്പൊ സ്പെഷ്യൽ ടോപ്പിക് വിത്ത് സ്പെഷ്യൽ ടോപ്പിക് ആണ് 46 മാർക്ക്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് 46, കമ്പനി മോഡ് അസിസ്റ്റന്റിന് 46, അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റിന് 44. അന്ന് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് കുറവ്. അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് നീങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം അതിൽ 50 സംതിങ് മാർക്സ് നമുക്ക് വരാൻ പോകുന്ന ലോ പോർഷൻ എന്നാണ്. കുറച്ച് വളരെ പതുക്കെ ആയിരിക്കും എന്ത് ചെയ്യുക, മാർക്സ് നീങ്ങുക. ടോപ്പിക്സ് ഒരുപാട് ഉണ്ടാവും. ഓക്കെ, SPCID 46, നാഷണൽ സേവിങ്സ് ബാങ്ക് 46. ക്ലിയർ? അപ്പൊ നമ്മള് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ ആണ്. അതിൽ ഇപ്പൊ നിങ്ങൾക്ക് 3 മാർക്ക് ഉണ്ട്. ഇതിന്റെ മൊത്തം മാർക്ക് എന്ന് പറയുന്നത് 7 മാർക്കാണ്. കറക്റ്റ്? അതിൽ 3 മാർക്കാണ് ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത്. ഇത് ഇത്രയും കുറച്ച് സ്ലോ ആയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. അതിന് പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബേസ് ആണ് അത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക. 1968 നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ടാവണം. 1986 നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ടാവണം. ഓക്കെ അല്ലേ? അത് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് 2005ഉം 1993യും 2020 ഒന്നും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മൾ 1992 എന്താ റിഫോംസും യാഷ്പാൽ കമ്മിറ്റിയും വരെ എത്തിക്കഴിഞ്ഞു. ഓക്കെ, നമുക്ക് ഇനി ആകെ ചെയ്യാനുള്ളത് കോമൺ മിനിമം പ്രോഗ്രാമും അതേപോലെ എന്താ നാഷണൽ പോളിസി ഓൺ NEPയുമാണ്. ഇതും കൂടി പഠിച്ചു കഴിഞ്ഞാൽ, കാരണം പ്രധാനമായി ക്വസ്റ്റ്യൻ വരാൻ പോകുന്ന 3 പാർട്ടാണ് നിങ്ങൾക്ക് അറിയാം. ഒന്ന് 1968, ഒന്ന് 1986, ഒന്ന് 2020. ഓക്കെ, ഇതെല്ലാം കൂടി ചേർത്ത് തന്നെ 5 മാർക്കിന്റെ അടുത്തുണ്ടാവും. ബാക്കിയുള്ള 2 അല്ലെങ്കിൽ 3 എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് വരും. ആ 2 അല്ലെങ്കിൽ 3 ബാക്കിയുള്ള ടോപ്പിക്സ് ആയിരിക്കും ഉണ്ടാവുക. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ അതിനനുസരിച്ചാണ് പോകുന്നത്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാർക്സ് എല്ലാം എന്താവും, കംപ്ലീറ്റ് ആവും. കാരണം നാഷണൽ പോളിസി NEP ചെയ്യാതെ ഇവിടെ മാർക്സ് എനിക്ക് കൂടുതലായിട്ട് ആഡ് ചെയ്യാൻ പറ്റില്ല. കാരണം അതിൽ നിന്നാണ് പ്രധാനമായിട്ട് ക്വസ്റ്റ്യൻ വരിക. പക്ഷെ അത് പഠിക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, ഇത് അറിഞ്ഞേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ടൈം ടേബിൾ അങ്ങനെ തരുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, കമ്പനി മോഡ് SCST, SPCID, നാഷണൽ സേവിങ്സ് ബാങ്ക് ഇതെല്ലാം കൂടി ചേർത്ത് എനിക്ക് 3 മാർക്ക് ഉണ്ട്. ഓക്കെ, 5 മാർക്കിന്റെ ഒരു സ്പെഷ്യൽ ടോപ്പിക്കാണ് അവിടെ പ്രധാനമായിട്ട് ഉള്ളത്. അപ്പോൾ റിമൈനിങ് പോർഷൻ നമ്മൾ 5 എന്ത് ചെയ്യും, സ്റ്റാർട്ട് ചെയ്യും. 5 നമ്മൾ സ്റ്റാർട്ട് ചെയ്യില്ല, 5 എൻഡ് എന്ന രീതിയിലേക്ക് ഉണ്ടാവുക. വീക്ക് 6ലേക്ക് നമുക്ക് 1 മാർക്കോ മറ്റോ അങ്ങനെ എന്തോ പെൻഡിങ് ഉണ്ടാവും. എങ്കിൽ വീക്ക് 5 തൊട്ട് PYQ ഡിസ്കഷൻസും റിവിഷൻസും ആയിരിക്കും പ്രധാനമായിട്ട് സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. അതുകൂടാതെ റിമൈനിങ് ആയിട്ടുള്ള 2 മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചില ടോപ്പിക്സ് തരുന്നതായിരിക്കും. ആ ടോപ്പിക്സിൽ എന്ത് ചെയ്യുക, PYQs നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും. ക്ലിയർ? ഓക്കെ, അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് 6 മാർക്കാണ് ആയിരിക്കുന്നത്. നമുക്കത് സ്പീഡ് അപ്പ് ചെയ്യണം. അപ്പൊ സ്പീഡ് അപ്പ് ചെയ്യുന്ന രീതിയിലായിരിക്കും ടോപ്പിക്സ് ഉണ്ടാവുക. ക്ലിയർ? സോ അങ്ങനെയെങ്കിൽ നമ്മൾ വീക്ക് 4 തൊട്ട് റിവിഷൻ ടോപ്പിക്സ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള നോട്ട്സ് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനി മുതൽ, അതായത് വീക്ക് 4 തൊട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം ആക്ച്വലി, ഓക്കെ അല്ലെ, സ്പെഷ്യൽ ടോപ്പിക്കിനായാലും ബാക്കി എന്തിനായാലും നിങ്ങളുടെ നോട്ട്സ് മാത്രമേ റിവൈസ് ചെയ്യാൻ പറ്റുള്ളൂ. എങ്കിലേ റിവിഷൻ സ്പീഡ് ആവുള്ളൂ. അല്ലെങ്കിൽ റിവിഷൻ സ്പീഡ് ആവില്ല. റിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തൊട്ട് അവസാനം വരെ നോക്കലാണെങ്കിൽ അതിന്റെ പേര് റിവിഷൻ അല്ല, ദാറ്റ് ഈസ് സ്റ്റഡി. ഓക്കെ, വീണ്ടും വീണ്ടും സ്റ്റഡി ചെയ്യല്ല. 2 ടൈംസ് സ്റ്റഡി, റിമൈനിങ് റിവിഷൻസ്. അതുകൊണ്ടാണ് ഇത്രയും ടൈം നമ്മൾ തന്നിരിക്കുന്നത്. ഓക്കെ അല്ലെ? എല്ലാ ചാപ്റ്ററും നോക്കാനുള്ള ടൈമൊന്നും നമ്മുടെ ഉണ്ടാവില്ല. മാത്സ്, മലയാളം, ഇംഗ്ലീഷിന് സ്റ്റാറ്റസ്. ഇംഗ്ലീഷ് ഗ്രാമറിന് 4 മാർക്ക് ഉറപ്പിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് വൊക്കാബുലറി 5, മാത്സ് 5, റീസണിങ് 2, മലയാളം 6. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ നമ്മൾ ക്ലാസ്സസ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മാത്സിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ വരും, ഏത് ക്വസ്റ്റ്യൻ ഒക്കെയാണ് പഠിക്കേണ്ടത്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാ, റീസണിങ്ങിന് ഏത് ക്വസ്റ്റ്യൻ വരും, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാ, അതൊക്കെ നമ്മൾ വരാൻ പോകുന്ന എന്താ ടൈം ടേബിൾ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, ആഡ് ചെയ്യുന്നതായിരിക്കും. അതേ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് പോവുക. ആ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എവിടെ കാണാൻ പറ്റും, എക്സാംസിൽ കാണാൻ പറ്റും. ക്ലിയർ അല്ലേ? ഓക്കെ, കറണ്ട് അഫെയർ നമ്മൾ ചെയ്ത് കഴിഞ്ഞത്, ഇലക്ഷൻ കഴിഞ്ഞു, പഞ്ചായത്ത് ഇലക്ഷൻ നോക്കി, ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷൻ നോക്കി. ഇപ്പൊ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷന്റെ പ്രകടനമായിരുന്നു, കളിയായിരുന്നു. ഓക്കെ അല്ലെ? 10th പ്രിലിംസിനും അങ്ങനെയുള്ള എക്സാംസിനൊക്കെ. അപ്പൊ അതുകൊണ്ട് അതൊന്ന് സ്ലോ ഡൗൺ ആവാനുള്ള സാധ്യത ഉണ്ട് ഞാൻ വിചാരിക്കുന്നത്. കാരണം എല്ലാവരും പഠിച്ചു കഴിഞ്ഞല്ലോ. ഇനി വീണ്ടും അതന്നെ ചോദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. അതിന്റെ ഇടയ്ക്ക് VFA വരുന്നുണ്ട്. VFAക്ക് നമ്മൾ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷൻ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയെങ്കിൽ ആ ഒരു പ്രളയം, അതായത് ക്വസ്റ്റ്യൻസിന്റെ ഒരു പ്രളയമായിരുന്നു കേരള നിയമസഭയെ കുറിച്ച് ഉണ്ടായിരുന്നത്. 4ഉം 3ഉം ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരേ പേപ്പറിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രളയം നമ്മൾ ഡിഗ്രി ലെവലിൽ പ്രതീക്ഷിക്കുന്നില്ല. ഓക്കെ, VFA നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്.
പ്രളയം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, പക്ഷെ 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നതായിരിക്കും. ഓക്കെ, നോബൽ പ്രൈസ് അവർ തൊട്ടിട്ടേ ഉണ്ടായിരുന്നില്ല, എങ്കിൽ ആ നോബൽ പ്രൈസ് അവർ വെച്ചിരിക്കുന്നത് VFA ആയിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വരുന്ന ഡിഗ്രി എക്സാംസ് നമുക്ക് നോബൽ പ്രൈസ് കാണാൻ പറ്റും. ക്ലിയർ? സെൻട്രൽ മിനിസ്റ്റേഴ്സ് അവര് ഒരു ക്വസ്റ്റ്യനോ മറ്റോ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അത് നമുക്ക് VFA കാണാൻ പറ്റും, അല്ലെങ്കിൽ ഡിഗ്രി മെയിൻസിൽ കാണാൻ പറ്റും. ടേബിൾ ഓഫ് പ്രിസിഡൻസ് അവർ മാറ്റി മാറ്റി ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. CAG, AG, കമ്മീഷന്റെ പേര്, ഒക്കെ പിന്നെ ആരാ നമ്മുടെ എന്താ സെക്രട്ടറിയുടെ പേര്, ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അത് നമ്മൾ വീണ്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, എർത്ത് ഡേ, എൻവയോൺമെന്റൽ ഡേ, റംസാർ സൈറ്റ്, വാട്ടർ ഡേ, അത് മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻസ് നമ്മൾ എല്ലാ എക്സാമിനും ഏതെങ്കിലും 2-3 സ്റ്റേജിലൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. ISRO മിഷൻസ് നമുക്ക് 10th പ്രിലിംസ് എക്സാമിൽ അത്ര കണ്ടില്ല. സോ VFAയിലും അതേപോലെ എന്താ ഡിഗ്രി മെയിൻസിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. ലിറ്ററേച്ചർ അവാർഡ് സ്ഥിരമാണല്ലോ, പക്ഷെ ഏത് അവാർഡ് വരും നമുക്ക് അറിയില്ലല്ലോ. ബാക്കിയുള്ള അവാർഡ്സ് നമ്മൾ എന്ത് ചെയ്യും, പഠിക്കുന്നതായിരിക്കും. ഇത്രയും കറണ്ട് അഫെയർ റിവൈസ് ചെയ്തതിലൂടെ നിങ്ങൾ 5 മാർക്ക് ഉറപ്പിച്ചിട്ടുണ്ട്. മൊത്തം 15 മാർക്കാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയോളൂ, 15 മാർക്കിന്റെ എന്താ കറണ്ട് അഫയേഴ്സ് അവിടെ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു 7 to 10 കറണ്ട് അഫയേഴ്സ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. 12 വരെയൊക്കെ പോയിട്ടുണ്ട്, പക്ഷെ നമ്മൾ 7 to 10 കറണ്ട് അഫയർ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ റിമൈനിങ് പോർഷൻസ് നമ്മൾ കറണ്ട് അഫയറിന്റെ റിമൈനിങ് പോർഷൻസ് 5-ലും 6-ലും 7-ലും, അതായത് വീക്ക് 5-ലും വീക്ക് 6-ലും വീക്ക് 7-ലും നമ്മൾ തരുന്നതായിരിക്കും. ഓക്കെ, ഒരു കാര്യം മറക്കരുത്, ഇവരെ മറക്കരുത്, ഇവരെ എന്ത് ചെയ്യണം, റിവൈസ് ചെയ്യണം. ഇനി കറണ്ട് അഫയറിനെ കുറിച്ച് പറയാനുള്ളത്, എല്ലാ ദിവസവും പുതിയ കറണ്ട് അഫയർ വരും. ഓക്കെ, എല്ലാ ദിവസവും പുതുതായിട്ട് എന്തെങ്കിലും പഠിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടാവും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അതിന്റെ പിന്നാലെ പോകരുത്. അതിന്റെ പിന്നാലെ എല്ലാ ദിവസവും പോയി കഴിഞ്ഞാൽ ഇയാളെ മറക്കുന്നതായിരിക്കും. എങ്കിലൊരു ബാലൻസിങ് ഡയറ്റാണ് നമുക്ക് ആവശ്യം. എന്ന് വെച്ചാൽ ഇത് ഉറപ്പുള്ള ഈ കറണ്ട് അഫയേഴ്സിനെ മറക്കാനും പാടില്ല. ഓക്കെ, പുതിയ കറണ്ട് അഫയേഴ്സ് എന്ത് ചെയ്യണം, പഠിക്കുകയും വേണം. അതിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടോപ്പിക്സ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഡെയിലി പുതിയ പുതിയ കറണ്ട് അഫയേഴ്സ് മാത്രം പഠിച്ചു പോകുകയാണെങ്കിൽ ഉത്തരത്തിരിക്കുന്നത് കിട്ടിയില്ല, എന്നാൽ കക്ഷത്തിലുള്ള എന്ത് ചെയ്തു, പോകുകയും ചെയ്തു. അങ്ങനെ ആയിപ്പോകും. അങ്ങനെ ആവരുത്. ഓക്കെ, അത്ര എനിക്ക് പറയാം. ക്ലിയർ അല്ലേ? സോ റിവിഷൻ ഈസ് ദ കീ. അതിൽ യാതൊരുവിധ മാറ്റമില്ല. ബട്ട് സ്മാർട്ട് റിവിഷൻ ഈസ് ദ കീ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഇതേ ടോപ്പിക്സ് തന്നെ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്ത് നിങ്ങളുടെ മെമ്മറി സ്ട്രോങ് ആക്കണം. സാർ നമുക്ക് ഓർമ്മ നിൽക്കുന്നില്ല എന്നൊരു പ്രശ്നമില്ലേ? അതിന് കാരണം ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് പഠിക്കാൻ പോവുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിനിന് പ്രശ്നം ഉണ്ടാവും. ഒരേ കാര്യങ്ങൾ തന്നെ വീണ്ടും 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 റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകും. അങ്ങനെയാണ് നമ്മൾ എക്സാമിന് എന്ത് ചെയ്യുക, പഠിക്കുക. വീണ്ടും ഞാൻ 100 വട്ടം പറയുന്നുണ്ട് ഈ ക്ലാസ്സിൽ, നോട്ട്സ് എഴുതിയത് മാത്രം റിവിഷൻ പഠിക്കുക. ഇനി മുതൽ PYQ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഒരു ലെവലായില്ലേ? ഇനി മുതൽ PYQ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുക. കിട്ടുന്നത്ര PYQ നമ്മൾ എന്ത് ചെയ്യുക, ചെയ്യാൻ വേണ്ടി നോക്കുക. ഓക്കെ അല്ലേ? ഇനി അടുത്തത്, റിവിഷൻസ് എന്ന് വെച്ചാൽ മുഴുവൻ സിലബസ് റിവിഷൻ ചെയ്യുക എന്നതല്ല. നമ്മുടെ ഹോട്ട് ടോപ്പിക്സുമായി ബന്ധപ്പെട്ട നോട്ട്സ് റിവൈസ് ചെയ്യുന്നു, അതിൽ PYQ ആഡ് ചെയ്യുന്നു. കൂടാതെ ബാക്കിയുള്ള സബ്ജക്ട്സിന്റെ, ബാക്കിയുള്ള ടോപ്പിക്സിന്റെ PYQ വന്നത് മാത്രം നോക്കുന്നു. ഇങ്ങനെ ഒരു റിവിഷൻ സ്ട്രാറ്റജി ആയിരിക്കണം നോക്കേണ്ടത്. കറണ്ട് അഫയേഴ്സ്, നമ്മുടെ കയ്യിലുള്ള കറണ്ട് അഫയേഴ്സ് വീണ്ടും റിവൈസ് ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ ടൈം ടേബിൾ അനുസരിച്ച് കറണ്ട് അഫയേഴ്സ് റിവൈസ് ചെയ്യുന്നു. എല്ലാ കറണ്ട് അഫയേഴ്സിന്റെയും പിന്നാലെ പോകാൻ ടൈം ഇല്ല. ഓക്കെ അല്ലേ? ഡൺ ആണല്ലോ? സോ റിവിഷൻ ഈസ് ദ കീ. ഐ റിപ്പീറ്റ്, വെറും റിവിഷൻ അല്ല, സ്മാർട്ട് റിവിഷൻ. കാരണം നമ്മുടെ സ്റ്റഡി മെത്തേഡ് സ്മാർട്ട് ആണ്. ക്ലിയർ അല്ലേ? സോ വീക്ക് 5ന്റെ ടൈം ടേബിൾ നമ്മൾ ചാനലിൽ തരുന്നതായിരിക്കും. നമ്മുടെ അടുത്ത സെഷൻ എന്ന് പറയുന്നത് വീക്ക് 5ന്റെ ടൈം ടേബിൾ അനാലിസിസ് ആണ്. ആ ടൈം ടേബിൾ അനാലിസിസ് നമുക്ക് എന്ത് ചെയ്യാം, കാണാം. ഓക്കെ അല്ലേ? വീക്ക് 5ന്റെ ചാനലിൽ പോയിട്ട് വീക്ക് 5ന്റെ ടൈം ടേബിൾ നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചോദിക്കുക. ഓക്കെ അല്ലേ? മെയിൻസ് നമ്മൾ എന്ത് ചെയ്യും, ഒരുമിച്ച് ക്രാക്ക് ചെയ്യും. ക്ലിയർ? ഫൈൻ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ @കിരൺ സ്റ്റഡി സർക്കിൾ. ഇതാണ് നമ്മുടെ ടെലഗ്രാം ചാനൽ @കിരൺ PSC സ്റ്റഡി സർക്കിൾ. ഇതാണ് നമ്മുടെ വേറൊരു ടെലഗ്രാം ചാനൽ സ്റ്റഡി സർക്കിൾ ഡിഗ്രി. ഇതിൽ സ്റ്റഡി സർക്കിൾ ഡിഗ്രി എന്ന് പറയുന്ന ഈ ചാനലിലാണ് നമ്മൾ എന്തുണ്ടാവുക, എന്താ പറയാ, ഡിഗ്രി ലെവലുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ബാക്കിയുള്ളതിൽ എന്താ ഉണ്ടാവുക, ബാക്കിയുള്ളതിൽ ബാക്കി എല്ലാ എക്സാമിനും വേണ്ട കാര്യങ്ങൾ. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? രണ്ടാണല്ലോ. അപ്പൊ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. നമ്മുടെ വീക്ക് 5ന്റെ ടൈം ടേബിൾ അനാലിസിസും വീക്ക് 6ഉമായിട്ട് അടുത്ത ആഴ്ച കാണാം. ഓക്കെ, അപ്പൊ കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.